കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, സാരമില്ലമ്മേ. അമ്മ നല്ലതുദ്ദേശിച്ച് ചെയ്തതല്ലേ. എന്നാലും മോളെ, ശരിയെ എനിക്ക് പോണം. അമ്മ അവിടെ ഒറ്റയ്ക്കുള്ളൂ എന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. എന്നാ ഞാനും കൂടി വരാം സർ. അത് ശരിയാവില്ല. ഈ അവസ്ഥയിൽ ഇയാൾ അമ്മയുടെ കൂടെ അല്പസമയം ചെലവഴിക്കേ. ഇത് തന്നെയാ പറ്റിയ അവസരം. ആന്റി, നമുക്കും പോയേക്കാം. ഇനി എന്തിനാ നിൽക്കുന്നേ? ക്ഷണിച്ചു വരുത്തിയ ശാരദാമ്മയോടൊരു നന്ദി പറയണ്ടേ? ആന്റി വാ, ആന്റി വാ. ഞങ്ങളും പോന്നു. ശാലിനിക്ക് ഒരു പ്രത്യേക നന്ദി പറയാൻ ആന്റി. ആന്റിക്ക് ഇത്രയും സൽപ്പേരും ആദരവും ഒക്കെ സമ്മാനിച്ചതല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തെന്ന സുസ്മിതേ? ആന്റിയോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് നേരെ പറഞ്ഞു തീർക്കണം. അല്ലാതെ ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കല്ല വേണ്ടത്. വിഷ്ണുവേട്ടൻ ചൂടാവാതെ. സ്വന്തം അമ്മയെ അപമാനിക്കപ്പെട്ടെന്ന് മറക്കരുത്. പ്രീതിയെ വസുമതി ആന്റി ദാമ്പത്യ പൂജയ്ക്ക് വിടാത്ത കാര്യം ഇവക്കറിയാം. അതിനു പകരം സ്വന്തം വീട്ടിൽ പൂജ വെച്ച് ഇവൾ പ്രീതിയെ ക്ഷണിച്ചു. അത് കാണാൻ ആന്റിയെയും ക്ഷണിച്ചു. വസുമതി ആന്റിയോട് കള്ളം പറഞ്ഞ് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ അർജുനെ വിളിച്ചു പറഞ്ഞു. ആന്റിയെ അപമാനിക്കാനും താറടിക്കാനും ഒരു വേദി ഒരുക്കുകയായിരുന്നു ഇവളുടെ ലക്ഷ്യം. ഇവളത് നിഷ്പ്രയാസം സാധിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? സുസ്മിത, നീ ഒരുപാട് സംസാരിക്കാൻ കേട്ടാ. നിന്നോട് നിർത്ത. എല്ലാം എനിക്ക് മനസ്സിലായി. പ്രീതിയുടെ നന്മയെ കരുതി ഇവൾ അവരെ വിളിച്ചു വരുത്തിയെന്നാ ഞാൻ കരുതിയത്. പൂജ മുടക്കി അവളുടെ ജീവിതം നശിപ്പിക്കാനും എന്നെ അപമാനിക്കാനും വേണ്ടിയാണെന്ന് സംശയിച്ചതേ ഇല്ല ഞാൻ. അമ്മ ശാലി എന്ത് ചെയ്തെന്നാ? ചെയ്തത് എന്താണെന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്നെ വട്ടിപ്പലിശക്കാരിയെന്നും മനസാക്ഷി ഇല്ലാത്തവളെന്നും ഒക്കെ പറഞ്ഞ് അപമാനിക്കുമ്പോ നീ അടക്കമുള്ളവർക്ക് കേട്ടു നിൽക്കേണ്ടി വന്നു. അതും പോട്ടെ, മറ്റൊരാള് കാരണം എന്റെ മകളുടെ കണ്ണീര് എന്റെ മുന്നിൽ വീണു. സത്യഭാമയുടെ മരണമാണത്. സത്യമേ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. മനസ്സിലായി ശാരദാമ്മേ. നിങ്ങളും കൂടി ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അയ്യോ, സ്ത്രീരൂപം പൂണ്ട വിഷവിത്ത ഇത്. എന്റെ വീട്ടിലേക്ക് തന്നെ ഇവളെ സമ്മാനിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോള് വന്നേ, വാ. നിങ്ങൾ രണ്ടും വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. വാ മോളെ.
നമുക്കും പോവാം. പോട്ടെ ശാരദമ്മേ. ഭാമ, എന്താ സംഭവിച്ചത്? അടിപൊളി. ഭാമാന്റിക്ക് ഇങ്ങേരോടും ദേഷ്യായെന്ന് തോന്നുന്നു. ശാലിനി ആന്റി ഇന്ന് നിർത്തിപ്പൊരിക്കും. വിഷ്ണുട്ടാ ഇറങ്ങാം. അങ്ങോട്ട് ചെല്ലും ഇനി എന്താവും അറിയില്ല. എന്തായാലും അഭിമുഖീകരിച്ചല്ലേ പറ്റും. വാ ഇറങ്ങാം. ഭാമാന്റി, ഭാമേ, എന്താ? മരുമകളെ തനി തങ്കാണെന്നല്ലേ രാഘവേട്ടൻ പറയാറുള്ളത്. ദേ വന്ന് നിൽക്കുന്നു. അങ്ങോട്ട് തന്നെ ചോദിക്കേ. നീ എന്നോട് പറഞ്ഞു കൂട്ടിയ നുണകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നീ എനിക്കുണ്ടാക്കിയ അപമാനം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. സത്യഭാമയെ മറ്റുള്ളവർക്ക് മുന്നിൽ ചവിട്ടി തേക്കാൻ വേണ്ടി നീ ഉപയോഗിച്ച ഉപായങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. സത്യഭാമയ്ക്ക് ഒരു വിലയുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ. പലിശ പിരിവുകാരിയെന്ന് അടക്കം പറയുമെങ്കിലും ഈ പഠിക്കലോ സത്യഭാമയ്ക്കോ മുന്നിൽ നിന്ന് കുറയ്ക്കാൻ ഒരാൾക്കും ധൈര്യമില്ലായിരുന്നു.
ഭാമേ, സംഭവിച്ചെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എന്റെ മരുമകൾ ഇവൾ തനി തങ്കം തന്നെയാണ്. നിന്നെ അപമാനിക്കാൻ വേണ്ടി ശാലിനി ഒന്നും ചെയ്തിട്ടില്ല. ഇവൾ എന്ത് ചെയ്താലും അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഓ, ഇവൾ വഴി നിനക്ക് നന്മയേ ഉണ്ടാവുള്ളൂ. നേരത്തെ അവൾ അത് തെളിയിച്ചിട്ടുണ്ടല്ലോ. ദേ, തനി തങ്കമാണെങ്കി നിന്ന നിപ്പിൽ എടുത്തുകൊണ്ട് പോയി പൂജാമുറിയിൽ വെക്ക്. എന്നിട്ട് വെച്ചാരാധന നടത്ത്. സത്യഭാമ മറ്റുള്ളവർക്ക് മുന്നിൽ മാനം കെട്ടവളായാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. എന്താ ഭാമ ഇത്? ഇവള് കാരണം ഞാൻ ഭൂമിയോളം താഴ്ന്നു നിൽക്കുക. ദേ, ഭർത്താവ് കൂടി ചേർന്ന് അതിനപ്പുറത്തേക്ക് എന്നെ ചവിട്ടി താഴ്ത്തരുത്. ഭാമേ, ഞാൻ പറഞ്ഞത് തൃപ്തിയായി രാഘവേട്ട, തൃപ്തിയായി. അമ്മ കരുതുന്ന പോലെ മതി. പൊളിച്ചു. മക്കളെ, ശരിക്കും എന്താ സംഭവിച്ചത്? ദാമ്പത്യ പൂജയ്ക്കിടയിലേക്ക് വസുമതി ആന്റി കയറി വന്നു അച്ഛാ. എഴുന്നേക്കടാ. അയ്യോ, എന്റെ തലവരെ ഇതിനൊക്കെ കാരണം. പ്രീതിക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. വസുമതി ആന്റിയോട് കള്ളം പറഞ്ഞ് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ അർജുനെ വിളിച്ചു പറഞ്ഞു. ആന്റിയെ അപമാനിക്കാനും താറടിക്കാനും ഒരു വേദി ഒരുക്കുകയായിരുന്നു ഇവളുടെ ലക്ഷ്യം. പക്ഷേ വസുമതി ഇതെങ്ങനെ? വാർത്ത ചോർത്തി കൊടുക്കാൻ ആളുണ്ടല്ലോ അച്ഛാ. സുസ്മിത ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? കടിഞ്ഞാണില്ലാത്ത കാട്ടുകുതിരയെ പോലെ എത്ര ജീവിതങ്ങളാ അവളുടെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, അവളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലാതെ നടക്കൂല. മോനെ, അത് നമ്മൾ നോക്കാഞ്ഞിട്ടാണോ? അവള് മനസ്സുകൊണ്ട് അതിന് സന്നദ്ധയാവണ്ടേ? ഇനി നമ്മളൊന്ന് സംഘടിപ്പിച്ചോണ്ട് വന്നാൽ തന്നെ അവളതിന് തുരങ്കം വെക്കും. അവൾക്ക് കല്യാണമൊന്നും വേണ്ടെന്നാ തോന്നുന്നേ. മറ്റുള്ളവർ കണ്ണീരും ചോരയും കാണുന്നത് ആ ഹരം. അങ്ങനെയുണ്ടല്ലോ ചില ജന്മങ്ങള്. അതല്ലെങ്കിൽ അവളുടെ ഈ ക്രൂരതയ്ക്ക് കടിഞ്ഞാണിടാൻ ആരെങ്കിലും വരണം. ഒരാള് വരുന്നുണ്ട് അച്ഛാ, സുസ്മിതയ്ക്ക് കടിഞ്ഞാണിടാൻ. ഈ പെൺകുട്ടി അറിയോ? ഇല്ലല്ലോ. രാവണനുണ്ടെങ്കിൽ ശ്രീരാമനുണ്ട്.
സ്നേഹം പെരുകുന്നിടത്ത് ധർമ്മസ്ഥാപനത്തിനായി പ്രകൃതി തന്നെ ഒരു വഴിയൊരുക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അല്ല, ആര് വരുന്ന കാര്യം ശാലിനി പറയുന്നത്? സുസ്മിതയ്ക്ക് കടിഞ്ഞാണിടാൻ ഒരാൾ. പക്ഷെ ആര്? എവിടുന്ന്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ആളിവിടെ എത്തിക്കഴിഞ്ഞെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. എന്നെ പ്രേമിച്ചിട്ട് തേച്ച് കടന്നു കളഞ്ഞു അല്ലേ വഞ്ചകി? എൻ്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. സുസ്മിതേ, നീ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. നിന്നെ വിടില്ല ഞാൻ. ഏത് പണി? എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? നോക്കി. ഇല്ല. ഇല്ല അറിയില്ല. ഓക്കെ. അതെ, നിങ്ങൾ ഇവിടുത്തുകാരാണോ? അതെ. ഈ പെൺകുട്ടി അറിയോ? നോക്കിയടാ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നീ ഒന്ന് നോക്കിയേ. ഇല്ല കേട്ടോ, അറിയില്ല. ശരി, സോറി. സുസ്മിതയെ നേർവഴിക്കാക്കുന്ന കാര്യം ആലോചിക്കുമ്പം തന്നെ മനസ്സിനൊരു ശാന്തത തോന്നുന്നുണ്ട്. ആരായാലും ആളോട് വേഗം ഒന്ന് വരാൻ പറയേ. ആളെ ഞാൻ അയക്കുന്നതല്ല അച്ഛാ, ദൈവം എല്ലാം കാണുന്ന പ്രപഞ്ചശക്തി. നന്നായി. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ ചേട്ടൻ അറിയോ? അറിയില്ല. ശരി.